നമ്മളങ്ങനെ വയനാട് കാരാപ്പുഴ പാർക്കിലെത്തിയിരിക്കുകയാണ്. ഞാനിവിടെ രണ്ടാമത്തെ തവണയാണ് വരുന്നത്. അടിപൊളിയാണ് കേട്ടോ. നമുക്ക് ഫാമിലി ആയിട്ട് വന്നു കഴിഞ്ഞാൽ കുട്ടികൾക്കും കുറേ റൈഡുകളുണ്ട്. ഇനി മുതിർന്നവർക്കാണെങ്കിലും വലിയ റൈഡ്സ്, നമ്മളെ സിബ് ലൈൻ പോലെയുള്ള റൈഡുകളും കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ആ വെക്കേഷന് നമുക്ക് വരികയാണെങ്കിൽ നമുക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റിയ അടിപൊളി പാർക്കുകളിലൊന്നാണ് വയനാട് കാരാപ്പുഴയിലുള്ള ഈ പാർക്ക്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഒരുപാട് ചെടികളുണ്ട് കേട്ടോ. നല്ല എന്താ പറയുക, ഇലച്ചെടികളും പൂക്കളും ഒക്കെ ആയിട്ട് റോസ് ഗാർഡൻ, അങ്ങനെ ഓരോന്നിനും സെപ്പറേറ്റ് സെക്ഷൻസാണ്. നമുക്കിതിൽ കാണാൻ പറ്റും. ഓരോ ചെടിക്കുമായിട്ട് ഓരോ സെക്ഷൻസാണ്. ഈ റൈഡൊക്കെ കുട്ടികൾക്കുള്ള റൈഡുകൾ, വലിയവർക്കും ഇതിൽ കയറാം. ഈ റൈഡിലൊക്കെ ഞാൻ കയറിയിട്ടുണ്ടായിരുന്നു. നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. പിന്നെ നമുക്ക് ഇതിലോട്ട് എൻട്രൻസ് ഫീസ് എന്ന് പറയുന്നത് വലിയവർക്ക് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ മുതിർന്നവർക്ക് 30 രൂപയും ഇനി കുട്ടികൾക്കാണെന്നുണ്ടെങ്കിൽ 10 രൂപയാണ് ഇതിൻ്റെ എൻട്രൻസ് ഫീസ്. പിന്നെ ഇതിൻ്റെ ഉള്ളിലായിട്ട് ഒരുപാട് നമുക്ക് ഫുഡ് കോർട്ട് പോലെയുള്ളതും അതുപോലെ ഐസ്ക്രീം അങ്ങനെയുള്ള സ്നാക്സ് ഐറ്റംസും കാര്യങ്ങളൊക്കെയുള്ള ഒരുപാട് ഷോപ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇടയ്ക്ക് നമുക്ക് ഭയങ്കര വെയിലായതുകൊണ്ട് തന്നെ നമുക്ക് വിശ്രമിക്കാനൊക്കെ ആയിട്ട് ചെറിയ സെക്ഷൻസൊക്കെ അവർ തന്നെ തരുന്നുണ്ട്. ഇതാണ്ടോ പെറ്റൂണിയുടെ ഒക്കെ ഒരുപാട് എന്താ പറയുക ഫ്ലവേഴ്സ് നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും. ഇവിടെ ഇതാണ്ടോ ഇങ്ങനെയുള്ള സിപ്പ് ലൈൻസ്, സ്ലൈഡുകൾ അങ്ങനെയുള്ളതൊക്കെ ഇതിൻ്റെ ഇടയിലുണ്ട്. അപ്പോൾ ഏറ്റവും വലിയ ഇതിൻ്റെ ആകർഷണ ഘടകം എന്ന് പറയുന്നത് ഈ ഒരു ഇവരുടെ പ്ലാന്റ്സും അതുപോലെ തന്നെ പുല്ലുകളാണെങ്കിലും ചെടികളാണെങ്കിലും ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഭംഗി പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ഇലച്ചെടികളാണെങ്കിലും അതുപോലെ തന്നെ പൂക്കളാണെങ്കിലും ഒക്കെ നല്ല ഭംഗിയിലാണ്. ഇവിടെ നല്ല വ്യൂ ആണ് കേട്ടോ. നല്ല രസത്തിൽ അവർ ഗാർഡനൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓരോ ആകൃതിയിലൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിപ്പോൾ ഞാൻ വന്നിരിക്കുന്ന സമയം എന്ന് പറഞ്ഞാൽ രാവിലെയാണ്. അപ്പോൾ നല്ല വെയിലുണ്ട്, അത്യാവശ്യം നല്ല വെയിലും കാര്യങ്ങളും ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്കൊരു വൈകുന്നേരം അല്ലെങ്കിൽ വെയിലൊക്കെ ഒന്ന് താഴ്ത്തിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല രസമായിരിക്കും. അതുണ്ടോ ഇവിടെ ഒരുപാട് അവരുടെ സെക്യൂരിറ്റി ആൾക്കാരും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഒരു വാസ്റ്റ് ഏരിയ ആണ്. അവരുടെ ഡാം ഇതിൻ്റെ ഉള്ളിൽ വരുന്നുണ്ട്. അപ്പം നമ്മൾ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്കിതൊക്കെ എൻജോയ് ചെയ്ത് കുറേ ഫോട്ടോസും കാര്യങ്ങളും ഒക്കെ എടുക്കാം. കുട്ടികൾക്കാണെങ്കിലും റൈഡ്സും കാര്യങ്ങളുള്ളത് കാരണം കുട്ടികൾക്ക് നല്ലൊരു രസമായിരിക്കും. അപ്പം ഈ അവധിക്കാലത്ത് മസ്റ്റായിട്ട് നിങ്ങൾക്ക് വയനാട് വരികയാണെങ്കിൽ ഈ കാരാപ്പുഴ ഡാമും കൂടി ഒന്ന് സന്ദർശിച്ചാൽ അടിപൊളിയായിരിക്കും.